ഇറാൻ അതിജീവിക്കും, സമാധാനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യും. ഇറാനോട്, അതായത് ഇറാൻ അനുകൂലമായി ഈ പ്രസ്താവന പറയുന്നത് ആരാന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മിലിറ്ററി പവറായിട്ടുള്ള റഷ്യയാണ്. അതായത് പുടിനാണ് ഇറാനെ പ്രത്യക്ഷമായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരോക്ഷമായിട്ട് പല രീതിയിൽ ഇപ്പോൾ ചൈനയാണെന്നുണ്ടെങ്കിലൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുന്ന അതേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ഈ ഉപരോധങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ചൈന ഇറാനിൽ നിന്നും ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യുദ്ധം വേറൊരു തലത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ അബ്ബാസ് അറാക്ചി നമ്മുടെ റഷ്യയിലോട്ടൊരു സന്ദർശനം നടത്തുന്നത്. അപ്പം അങ്ങനെ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ ഇന്നാണ് അത് പറയുന്നത്, ഇറാന് സാധ്യമായിട്ടുള്ള രീതിയിലെല്ലാം ഇറാനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്, സമാധാനത്തിനായിട്ട് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇറാൻ അതിജീവിക്കുന്ന അവിടെ പറയുമ്പോഴേ ഏത് വിധത്തിൽ അതിജീവിക്കുന്ന കാര്യമാണ് ഈ പറയണേ? ഇറാന്റെ അതിജീവനത്തിന് റഷ്യയുടെ ഇടപെടലുകൾ ഏത് രീതിയിലാണ് റഷ്യൻ ഇടപെടൽ ഉണ്ടാവുന്നത്? ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഇപ്പൊ ഓൾറെഡി ഈ അമേരിക്കൻ ബേസുകളുടെ ഒക്കെ ഇൻഫർമേഷനും അതേപോലെ തന്നെ അമേരിക്കൻ ബേസുകളുടെ സാറ്റലൈറ്റ് ഇമേജുകളും അതേപോലെ തന്നെ ഇപ്പൊ അമേരിക്കൻ മിസൈലുകളെ ചെറുക്കാനും അതേപോലെ തന്നെ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഇറാന് നൽകുന്നത് റഷ്യയും ചൈനയാണെന്നുള്ളത് ഓൾറെഡി ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോ പ്രത്യക്ഷമായി തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഏത് വിധത്തിലായിരിക്കും ആ സപ്പോർട്ട് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് നമുക്കറിയില്ല, അബ്ബാസ് അറാക്ചി ആദ്യത്തെ സന്ദർശനം ഇവിടെ ആയിരുന്നു, പാകിസ്ഥാനിലായിരുന്നു, ഇസ്ലാമാബാദിലായിരുന്നു, അതായത് അസിം മുനീറുമായിട്ടാണ്. അതായത് നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ആയിട്ടോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ആയിട്ടോ ഒന്നുമല്ല അമേരിക്കയും ചർച്ച നടത്തുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന അബ്ബാസ് അറാക്ചിയും ചർച്ച നടത്തുന്നത്. അപ്പോൾ ആ ചർച്ചയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ചർച്ചേനെ ഇറാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇറാന്റെ തന്നെ ഒരു പാർലമെന്റ് മെമ്പർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാൻ എന്താ പറയുക, ചുളിവില് അല്ലെങ്കിൽ പരോക്ഷമായി അമേരിക്കക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് എന്നുള്ളത്. അതായത് അവർക്കൊരു ന്യൂട്രാലിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണേ. അപ്പോൾ അതിനെ നമ്മൾ കൂട്ടി വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻ ഒരു മിലിറ്ററി പവറാണ്, അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പവർ കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീജിയനിലോട്ട് പാകിസ്ഥാന്റെ അപ്പുറത്തായിട്ട് ഇറാനും കൂടെ ഒരു ന്യൂക്ലിയർ പവറായിട്ട് വരുന്നതിനെ പാകിസ്ഥാൻ അനുകൂലിക്കോ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അനുകൂലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അസിം മുനീറുമായിട്ടുള്ള ട്രംപിന്റെ റിലേഷൻ, ബായി റിലേഷൻ എന്ന് പറയുന്നതിനും ഇറാൻ ഇച്ചിരി ഒരു കൺഫ്യൂഷനോട് കൂടെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൺസേണോട് കൂടെ തന്നെയാണ് അത് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് വീണ്ടും എവിടെ പോകുന്നത്? നമ്മുടെ അബ്ബാസ് അറാക്ചി ഇവിടെ റഷ്യയിലായിട്ട് സന്ദർശനം നടത്തുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം കൈമാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ ഈ ചർച്ച എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് ഇറാന്റെ എന്താ പറയാ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ഞങ്ങൾ കയ്യിൽ വെച്ചുകൊള്ളാം, ഞങ്ങൾ അത് സ്വീകരിച്ചുകൊള്ളാം, ഞങ്ങൾ അത് സേഫ് ഗാർഡ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അമേരിക്ക സമ്മതിച്ചിട്ടുമില്ല. അപ്പൊ ഇങ്ങനത്തെ പൊളിറ്റിക്സുകൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് റഷ്യയിലേക്ക് അബ്ബാസ് അറാക്ചിയുടെ സന്ദർശനം ഉണ്ടാവുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും കൂടെ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നത്, അതായത് ഇറാനെ പ്രത്യക്ഷമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ പുടിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഹോർമോസിലുള്ള ബ്ലോക്കേഡിന് എത്രത്തോളം നീക്കുന്നുള്ളതും കൂടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ റഷ്യക്ക് ഒരിക്കലും ഇറാന്റെ എണ്ണയുടെ ആവശ്യമില്ല. കാരണം റഷ്യക്ക് ആവശ്യമായിട്ടുള്ള റഷ്യയുടെ പണം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് അവർ വിൽക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ ഈ ഉക്രൈനെ ഇൻവേഡ് ചെയ്തപ്പോൾ അതിലെ ഒരു ഐറണിയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ. അതായത് ഉക്രൈന്റെ സമാധാനം കളഞ്ഞ ആളാണ് ഇവിടെ ഇറാനിൽ വന്ന് ഇറാനിൽ സമാധാനം ഉണ്ടാക്കാൻ നോക്കുന്നത്. ഭയങ്കര ഇംബാലൻസ് ആൻഡ് ഐറണിയാണ്. അപ്പോൾ ആ ഒരു അറ്റാക്കോട് കൂടെ നമുക്കറിയാം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധമുണ്ട്. അപ്പൊ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസോ എണ്ണയൊന്നും ആർക്ക് പോകുന്നില്ല, ഈ യൂറോപ്യൻ യൂണിയനിലോട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഈ റഷ്യന്ന് ഓയിൽ വാങ്ങുകയും. അത് മാത്രമല്ല ഇതൊക്കെ
ഒരു വല്ലാത്ത കളിയാണ്. അതായത് ഇന്ത്യ പോയിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു, ഇന്ത്യൻ റിഫൈനറീസിൽ അത് റിഫൈൻ ചെയ്ത് പെട്രോളും ഇതൊക്കെ ആക്കുന്നു, എന്നിട്ട് ഈ സാധനത്തിനെ വീണ്ടും പോയിട്ട് യൂറോപ്പിൽ വിൽക്കുന്നു. എന്നാൽ പിന്നെ ഈ മണ്ടന്മാർക്ക് നേരെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ, എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് രേട്ടത്തിനെക്കാരൻ. അപ്പോൾ നമ്മളും, അതായത് നമ്മുടെ നാട്ടിലുള്ള കമ്പനീസും അത് വെച്ചിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാശുണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് ട്രംപണ്ണന് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട, നിങ്ങൾ ഇനി വാങ്ങിയത് മതി നിർത്തിക്കോ എന്നും പറഞ്ഞിട്ട് ട്രംപണ്ണന്റെ അടുത്ത തിട്ടൂരുമായിട്ട് വരുന്നേ. അപ്പൊ ഇതൊക്കെയുള്ള സമയത്ത് തന്നെ ഇപ്പൊ ഇറാനുമായിട്ട് കാസ്പിയൻ കടലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ട്രേഡിന് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കും റഷ്യ ഇനി അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാന് സഹായിക്കുന്നത്? ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള റഷ്യയുടെ, അതായത് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് റഷ്യ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങുന്ന രീതിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇല്ല എന്നാണ്. കാരണം ഓൾറെഡി റഷ്യ ഉക്രൈനിൽ കുറച്ച് പരിങ്ങലിൽ നിൽക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഇനി അത് ഇറങ്ങില്ല എന്നാണ്. പിന്നെ റഷ്യ ശരിക്കും ഉക്രൈനിൽ പരിങ്ങലിലല്ല നിൽക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അത് ചില കൺസേൺസ് ഉള്ളത് കൊണ്ടാണ് റഷ്യ അവിടെ പരിങ്ങി നിൽക്കുന്നതെന്നാണ്. അതായത് ഉക്രൈനിലുള്ള ആളുകളുടെ വിരോധം ശരിക്കും വേണ്ട. അതായത് ഈ പറയുന്ന റഷ്യൻ വംശജർ തന്നെയാണ് ഈ പറയുന്ന ഉക്രൈനിലുള്ളത്. അപ്പൊ ഈ സിവിലിയൻ അറ്റാക്കോ അല്ലെങ്കിൽ ആളുകളുടെ എതിരഭിപ്രായം നേടിയെടുക്കുന്ന രീതിയിലോട്ടോ അറ്റാക്കോ ഉണ്ടാവാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഉള്ള ആ ഒരു സർക്കാരിനെ അട്ടിമറിക്കുകയും അവിടെ റഷ്യന്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരാളെ അവർ പ്രദർശിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഭയങ്കര എസ്കലേഷനിലേക്ക് പോവാത്തതെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം എന്താ പറയാ വിശ്വസനീയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് നോ. അപ്പൊ അങ്ങനെ ഒരു സാധനം കൂടെ ഉള്ള സമയത്താണ് ഈ റഷ്യയുമായിട്ടുള്ള സന്ദർശനവും പുതിയ ഡെവലപ്മെന്റ്സിലേക്കൊക്കെ പോകുന്നത്. സോ നമുക്ക് നോക്കി കാണാം ഇത് എത്രത്തോളം ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു വാറാണ്. റഷ്യയുടെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ വാറിലേക്ക് വരുമോ? അതേപോലെ തന്നെ റഷ്യ ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ചൈനയുടെ നിലപാട് എന്തായിരിക്കും എന്നും കൂടെ നമ്മൾ നോക്കി കാണണം എന്നുള്ളതാണ്.